Hello and welcome back. We'll be starting this session with the basics of Python programming. We start with the basic structure of a program. Either programming language ആണെങ്കിലും, for example, Python or C++. അതിന്റെ aim എന്ന് പറയുന്നത് is to work on an object to produce a result. അതായത് എന്തെങ്കിലും ഒരു സെറ്റ് ഓഫ് ഡേറ്റയെ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് അതിൽ നിന്നൊരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യലാണ് ഒരു പ്രോഗ്രാമിന്റെ എയിം. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് can be any type of object. On a basic level, it can be an integer or a string. കുറച്ചുകൂടിയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ it can be a built-in object like a list or a dictionary. അതല്ലാന്നുണ്ടെങ്കിൽ it can be a user-defined object like classes. നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് അതിൻ്റെ മെത്തേഡ്സ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. The second thing, a Python program can be either a single block or a set of modules. അതായത് ഒരൊറ്റ ബ്ലോക്കിൽ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ തരത്തിൽ നമുക്കൊരു പ്രോഗ്രാമിനെ മൾട്ടിപ്പിൾ മോഡ്യൂൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാം. എന്നിട്ട് ഓരോ മോഡ്യൂളിലും നമുക്ക് ഓരോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈച്ച് ബ്ലോക്ക് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് വിൽ ക്രിയേറ്റ് ഓർ മാനിപ്പുലേറ്റ് ദീസ് ഒബ്ജക്ട്സ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റയെ മോഡിഫൈ ചെയ്യാനോ ഉള്ള സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് ഓരോ മോഡ്യൂളിലും എഴുതാൻ പറ്റും. അതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായത് വൺ പെർട്ടിക്കുലർ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. ദാറ്റ് വിൽ ബി വൺ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഓർ വൺ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പിക്ചറിന്റെ കളർ മാറ്റണം. ദീസ് ആർ ഓൾ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്സ്. അങ്ങനെ പല സ്റ്റേറ്റ്മെന്റ്സ് കൂടുമ്പോൾ ഇറ്റ് ക്യാൻ ബിക്കം ഡിഫറെന്റ് ബ്ലോക്സ് ഓർ മോഡ്യൂൾസ്. ആൻഡ് അങ്ങനെ മൾട്ടിപ്പിൾ മോഡ്യൂൾസ് കൂടുന്നതായിരിക്കും ഒരു പൈത്തൺ പ്രോഗ്രാം. Next we have the indentations. Indentations are used to denote a set of code in a Python program. അതായത് ഒരു കോഡ് ബ്ലോക്ക് is basically a set of statements that have to be executed together. ഒരുമിച്ച് ഒരേ ഫ്ലോയിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മളൊരു കോഡ് ബ്ലോക്ക് എന്ന് പറയാം. സാധാരണ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ, ഫോർ എക്സാമ്പിൾ ഇൻ ജാവ ഓർ C++, നമ്മളൊരു കോഡ് ബ്ലോക്കിനെ മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ we have a curly bracket before the code block and when the code block ends we mark it with a curly bracket. അതായത് ഒരു curly bracesന്റെ ഉള്ളിൽ വരുന്ന എല്ലാം ഒരു കോഡ് ബ്ലോക്ക് ആയിട്ടാണ് കണക്കാക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ലൂപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ലൂപ്പിൽ വരേണ്ട എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഒരു സെറ്റ് ഓഫ് curly bracesന്റെ അകത്തായിരിക്കും എഴുതുക. പൈത്തണിൽ we don't use brackets or braces to indicate blocks of code. പകരം we denote them using line indentation. അതായത് ഒരു മാർജിനിൽ നിന്ന് എത്ര സ്പേസ് നിങ്ങൾ വിടുകയാണ് അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഒരു പൈത്തൺ പ്രോഗ്രാമിൽ കോഡ് ബ്ലോക്സ് ഡിറ്റർമൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ ആ ഇഫിന്റെ അടിയിൽ വരേണ്ട എല്ലാ സ്റ്റേറ്റ്മെന്റ്സും മാർജിനിൽ നിന്ന് 2, 3, 4 സ്പേസസ് വിട്ടായിരിക്കും നിങ്ങൾ എഴുതുക. അങ്ങനെയാണെങ്കിൽ അതേ സ്പേസിംഗ് ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഒരു കോഡ് ബ്ലോക്ക് ആയിട്ടായിരിക്കും കണക്കാക്കുക. So you have to be very careful about the number of spaces you leave in a set of code. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് എക്സിക്യൂട്ട് ആവേണ്ട ഒരു യൂണിറ്റിന് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കോഡിന് ഒരേ ഇൻഡന്റേഷൻ ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നോക്കുകയാണെങ്കിൽ we have 3 lines of code. അതിൽ ഒന്നൊരു കമന്റ് ആണ്. ഈ 3 ലൈൻസും അല്ലെങ്കിൽ ഈ 2 ലൈൻസും ഒരേ കോഡ് ബ്ലോക്കിൽ വരേണ്ടതാണ്. Both these print statements should have the same indentation. അതായത് മാർജിനിൽ നിന്ന് they should have the same amount of spacing. പക്ഷേ ആദ്യത്തെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ the Python interpreter will show it as an error because ആദ്യത്തെ print statement is 2 spaces away from the margin and the second print statement is near the margin. അങ്ങനെയാണെങ്കിൽ it will report an error. The second thing is that you have to make sure that there is no punctuation at the end of a statement. അതായത് നിങ്ങളുടെ ഒരു പൈത്തൺ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പോ കോമയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾ ആഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്കറിയാം, സാധാരണ C പ്രോഗ്രാമിലൊക്കെ ആണെങ്കിൽ എവറി സ്റ്റേറ്റ്മെന്റ് ഹാസ് ടു ബി എൻഡഡ് ബൈ എ സെമിക്കോളൻ. പൈത്തൺ പ്രോഗ്രാംസിൽ അങ്ങനെ ഒരു പങ്ക്ച്വേഷൻ നിങ്ങൾ ഇടാൻ പാടില്ല. ഒരു കമന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് is so that you can have more meaning to your program or you can give more explanation about each step in a program. ഒരു Python interpreter does not execute these comments. These are basically notes for you to understand your program better. ഏതെങ്കിലും ഒരു ലൈനിന്റെ കൂടെ കുറച്ച് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്കൊരു കമന്റ് ഉപയോഗിക്കാം. We have 2 types of comments in Python basically.
One is a single line comment, and then you have a several or multiple line comment. But the single line comments are noted using a pound sign or a hash tag, and a multi-line comment or a paragraph comment is marked using triple quotation marks. അതായത് 3 single quotation marks ഒരുമിച്ചിട്ടിട്ടാണ് ഒരു multi-line comment നമ്മൾ represent ചെയ്യുക. We'll cover the rest of the basic elements of Python in the next video. Thank you for listening.